ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബഡ്ജറ്റ് അവതരണത്തിനായി സർക്കാർ തയ്യാറെടുക്കുമ്പോൾ റെയിൽവേ മേഖലയിൽ കമ്പനികളും സ്ഥിരം യാത്രക്കാരും വലിയ പ്രതീക്ഷയിലാണ്. റെയിൽവേ സെക്ടറിന്റെ വികസനം ശക്തിപ്പെടുത്തുന്നതിനായി സർക്കാർ വീണ്ടും വലിയ പ്രഖ്യാപനങ്ങൾ കൊണ്ടുവരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ റെയിൽവേക്കുള്ള ബഡ്ജറ്റ് വിഹിതത്തിൽ 18% വർധനവുണ്ടാകുമെന്നാണ് വിദഗ്ധർ പ്രവചിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേ 2025 ജനുവരി 5 അതിന്റെ ചെലവ് റിപ്പോർട്ട് വെളിപ്പെടുത്തി. 2024 ഡിസംബറോടെ അനുവദിച്ച ബഡ്ജറ്റിന്റെ 76% ഫലപ്രദമായി വിനിയോഗിച്ച് മൊത്തം 2,65,200 കോടി രൂപയിൽ നിന്ന് 1,92,446 കോടി രൂപ ചെലവഴിച്ചു. സുരക്ഷാ സംരംഭങ്ങൾ ബഡ്ജറ്റ് വിഹിതത്തിന്റെ 82% ഫലപ്രദമായി വിനിയോഗിച്ചത് കൊണ്ട് തന്നെ ശക്തമായ വളർച്ചയ്ക്ക് തയ്യാറെടുക്കുന്ന റെയിൽവേയുമായി ബന്ധപ്പെട്ട കമ്പനികളെ ഇത് ബുള്ളിഷായി നിലനിർത്തുന്നു. റെയിൽവേ ഡൊമൈനിലെ പബ്ലിക് സെക്ടറുകൾ PSU 2018 ശേഷമുള്ള അവരുടെ ലിസ്റ്റിംഗുകൾക്ക് ശേഷം സ്ഥിരമായി ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകളെ മറികടക്കുന്നത് കൊണ്ട് തന്നെ ഇത് നിക്ഷേപകർക്ക് ശ്രദ്ധേയമായ വരുമാനം നൽകുന്നു. 2025-26 ബഡ്ജറ്റിൽ നേട്ടമുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് RVNL. RVNL ഒരു ഇന്ത്യൻ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ്. പദ്ധതി നടപ്പാക്കലിനും അടിസ്ഥാന ഗതാഗത സൗകര്യ വികസനത്തിനുമായി റെയിൽവേ മന്ത്രാലയത്തിന്റെ പ്രൊഡക്ഷൻ വിഭാഗമായി പ്രവർത്തിക്കുന്ന RVNL രാജ്യത്തിന്റെ കുതിച്ചുയരുന്ന ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യകതകൾ നിറവേറ്റുന്നതിനും അതിവേഗ ട്രാക്ക് അടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും ഒരു ആധുനിക ഉപകരണ നിർമ്മാണ കമ്പനി സൃഷ്ടിക്കുന്നതിനുമായി 2003 ഇത് സ്ഥാപിതമായത്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു നവരത്ന പൊതുമേഖലാ സ്ഥാപനമാണ് RVNL. ടെക്നിക്കൽ പെർഫോമൻസ്. ഇയർലി പെർഫോമൻസ് 91%. ഷെയർ ഹോൾഡിംഗ് പ്രൊമോട്ടർ 72.84%, FII 5.05%, DII 6.33%, പബ്ലിക് 15.78%. ഇമ്പോർട്ടൻറ്റ് റേഷ്യോസ്: നെറ്റ് പ്രോഫിറ്റ് 1574.47, ഏർണിംഗ് പെർ ഷെയർ 7.55, ROE 18. ഫെബ്രുവരി ബഡ്ജറ്റിൽ ഗണ്യമായ കാപെക്സ് ഇൻക്രിമെന്റ് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയ്ക്കിടയിൽ റെയിൽവേ ഓഹരികൾ 15 മുതൽ 18% വരെ വർധനയുണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വളരെ നല്ല പെർഫോമൻസ് ആണ് ഈ റെയിൽവേ ഓഹരികൾ കാഴ്ചവെക്കുന്നത്. BSNL നിന്ന് 3,622 കോടി രൂപയുടെ കരാർ നേടിയതിനു ശേഷം RVNL സ്റ്റോക്ക് ജനുവരിയിൽ 7 മാസത്തെ താഴ്ന്ന നിലവാരത്തിന് ശേഷം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശക്തമായ തിരിച്ചുവരവിലാണ്. Q2 ഫലങ്ങളിൽ കമ്പനി നിരാശാജനകമായ ഫലങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് സർക്കാർ ഉടമസ്ഥതയിലുള്ള റെയിൽ വികാസ് നിഗം ലിമിറ്റഡിന്റെ ഓഹരികൾ 7% വരെ ഇടിഞ്ഞിരുന്നു. കുറഞ്ഞ പ്രോജക്ട് എക്സിക്യൂഷനും കമ്പനിയുടെ പ്രധാന വിഭാഗങ്ങളിലെ മന്ദഗതിയിലുള്ള വളർച്ചയും കാരണം വരുമാനത്തിലും ലാഭത്തിലും കുറവുണ്ടായി. നിലവിൽ സ്റ്റോക്ക് 420 മുകളിൽ ഒരു ബ്രേക്കൗട്ട് ലഭിക്കുകയാണെങ്കിൽ 450, 460 എന്നീ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ടെക്നിക്കൽ അനാലിസിസ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൂവിംഗ് ആവറേജസ് 50 മൂവിംഗ് ആവറേജ്, 100 മൂവിംഗ് ആവറേജ്, 200 മൂവിംഗ് ആവറേജ് ഇതൊക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ പ്രഡിക്ഷൻ ചാർട്ടാണ് അടുത്തത്. ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ IRFC. ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ 1986 സ്ഥാപിതമായ ഒരു ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനമാണ്. വിപുലീകരണത്തിനായി സാമ്പത്തിക സ്രോതസ്സുകൾ സ്വരൂപിക്കുന്നതിന് ക്യാപിറ്റൽ മാർക്കറ്റുകളിലൂടെയും മറ്റു വായ്പകളിലൂടെയും ഉള്ള പ്രവർത്തനങ്ങളിൽ കമ്പനി ഏർപ്പെട്ടിരിക്കുന്നു. കമ്പനിയിൽ ഭൂരിഭാഗം ഓഹരികളും ഇന്ത്യ ഗവൺമെന്റിന് സ്വന്തമാണ്. അതേസമയം റെയിൽവേ മന്ത്രാലയത്തിന് ഭരണപരമായ നിയന്ത്രണവുമുണ്ട്. ടെക്നിക്കൽ പെർഫോമൻസ്: 1 year 2.5%, ഷെയർ ഹോൾഡിംഗ് പ്രൊമോട്ടർ 86.36%, FII 1.09%, പബ്ലിക് 11.48%. ഇമ്പോർട്ടൻറ്റ് റേഷ്യോസ്: നെറ്റ് പ്രോഫിറ്റ് 6412.1,
ഏർണിംഗ് പെർ ഷെയർ 4.91. ഫിനാൻഷ്യൽ റേഷ്യോസ് 13.03. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള യൂണിയൻ ബഡ്ജറ്റിൽ റെയിൽവേ മേഖലയിലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സർക്കാർ കൂടുതൽ വർദ്ധിപ്പിച്ചേക്കുമെന്ന പ്രതീക്ഷകളാൽ റെയിൽവേയുടെ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളുടെ ഓഹരി വിലയിൽ നല്ല രീതിയിലുള്ള വർധനവുണ്ടായി. ഇന്ത്യൻ റെയിൽവേയുടെ ജനറൽ പർപ്പസ് വാഗൺ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിന് കീഴിൽ NTPCക്ക് 700 കോടി രൂപ വരെ ധനസഹായം നൽകുന്നതിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകിയതായി പ്രഖ്യാപിച്ചു. IRFC Q2 പ്രകടനം. Q2വിൽ അറ്റാദായത്തിൽ 4.4% വർധനയാണ് IRFCയിൽ ഉണ്ടായത്. സെപ്റ്റംബർ അവസാനിച്ച പാദത്തിൽ കമ്പനിയുടെ ലാഭം 1613 കോടി രൂപയായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ പീരീഡിൽ 1545 കോടി രൂപയായിരുന്നു ലാഭം. ജൂലൈ സെപ്റ്റംബർ കാലയളവിൽ കമ്പനിയുടെ വരുമാനം 2% വർദ്ധിച്ച് 6900 കോടി രൂപയായി. മുൻവർഷം 6762 കോടി രൂപയായിരുന്നു ഇത്. IRFC ഈ സാമ്പത്തിക വർഷത്തിൽ 10 രൂപ വീതമുള്ള ഇക്വിറ്റി ഷെയറിന് 0.8 rupees ഇടക്കാല ലാഭവിഹിതവും പ്രഖ്യാപിച്ചിരുന്നു. ടെക്നിക്കൽ അനാലിസിസ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൂവിംഗ് ആവറേജസ് 50 മൂവിംഗ് ആവറേജ്, 100 മൂവിംഗ് ആവറേജ്, 200 മൂവിംഗ് ആവറേജ് ഇതൊക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ പ്രഡിക്ഷൻ ചാർട്ടാണ് അടുത്തത്. ഇനി റെയിൽവേ സെക്ടറുകളിൽ നമ്മൾ തൽക്കാലത്തേക്ക് ഒഴിവാക്കേണ്ട സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. IRCTC ഒരു മോണോപോളി ഓഹരി ആയതിനാൽ വ്യാപകമായ രീതിയിലുള്ള ഒരു ബൈയിങ് സാധ്യതകളുണ്ട്. എന്നിരുന്നാലും അടുത്ത കാലത്ത് നിക്ഷേപകരുടെ ആവേശം കെടുത്തുന്ന ചില ഘടകങ്ങളും അതിലുണ്ടായിട്ടുണ്ട്. വിപണിയിലെ അമിതമായ പ്രതീക്ഷകൾ IRCTCയെ ഓവർ വാല്യൂഡ് ചെയ്തതായി കണക്കാക്കപ്പെടുന്നു. മോണോപോളി നിലനിൽക്കുന്നുണ്ടെങ്കിലും പുതിയ സമാന്തര പദ്ധതികളും സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തവും കമ്പനിക്ക് ഭാവി വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട്. IRCTCയുടെ പ്രധാന വരുമാന സ്രോതസ്സുകളായ ടൂറിസവും കാറ്ററിംഗും അടിസ്ഥാനപരമായ ഒരു വരുമാന ഉറവിടങ്ങളല്ല. കൂടാതെ സർക്കാർ നിയന്ത്രണങ്ങൾ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുകയും മാർജിനുകൾ കുറയുകയും ചെയ്യുന്നുണ്ട്. ബജറ്റിൽ പുതിയതായി പ്രഖ്യാപിച്ച പദ്ധതികൾ കൂടുതലായി മൂലധന ചെലവുകൾ ആവശ്യപ്പെടുന്നതിനാൽ മികച്ച സേവന കാഴ്ചപ്പാടിനും നടപ്പാക്കലിനും ഉയർന്ന വെല്ലുവിളികൾ നേരിട്ടേക്കാം. ഈ ഘടകങ്ങളൊക്കെ അടിസ്ഥാനമാക്കി IRCTCയുടെ നിലവിലെ വിലയും ഭാവി സാധ്യതകളും പരിമിതമായി തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വില ഒരു റേഞ്ചിലെത്തുന്നവരെ നമുക്ക് IRCTC ഓഹരികളെ തൽക്കാലത്തേക്ക് ഒഴിവാക്കി നിർത്താം. കൺക്ലൂഷൻ: 2025 ബഡ്ജറ്റിന്റെ പ്രാധാന്യത്തോടെ IRFC, RVNL പോലുള്ള റെയിൽവേ കമ്പനികൾ ബഡ്ജറ്റിന് മുമ്പുള്ള വരുമാന പ്രവണതകളിൽ ബുള്ളിഷായി തന്നെ വന്നേക്കാമെന്നാണ് ഹിസ്റ്റോറിക്കൽ അനാലിസിസ് സൂചിപ്പിക്കുന്നത്. പൊതുമേഖലാ റെയിൽ കമ്പനികൾ ബുള്ളിഷായ വിപണി സാഹചര്യങ്ങളിൽ ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകൾക്കും അപ്പുറവും വളർച്ച കണ്ടെത്തേക്കാൻ സാധ്യതയുണ്ട്. റെയിൽവേ സ്റ്റോക്കുകൾ അവരുടെ ഹിസ്റ്റോറിക്കൽ അഡ്വാൻസ്മെന്റ് തുടരാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ IRCTC പോലെയുള്ള ഓഹരികൾ ഉയർന്ന വിലയും വളർച്ചാ പരിമിതിയും പരിഗണിച്ച് ഒഴിവാക്കുന്നതാണ് ഉചിതം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടതിൽ സന്തോഷം. ഇനിയും ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ ചെറിയ കമൻസുകൾ എഴുതി നമ്മളെ സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.